ഓം നമോ നാരായണായ. ഗം ഗണപതയേ നമ. എൻ്റെ കുട്ടിക്കാലത്ത് നാരായണ നാമ മഹാത്മ്യത്തിലേക്ക് മനസ്സിനെ ശക്തമായിട്ട് ആകർഷിച്ച ആഞ്ഞൻ തിരുമേനിയുടെ കാൽക്കൽ മനസ്സാ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ അതിവിശിഷ്ടമായ ശ്രീമന്നാരായണീയത്തിലേക്ക് പ്രവേശിക്കാൻ ആദ്യം ചെറിയൊരു ആമുഖം പറയണമല്ലോ. 450ഓളം വർഷങ്ങൾക്ക് മുൻപ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ചതും ശ്രീമദ് ഭാഗവത സംഗ്രഹവും ശ്രീ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതുമായ നാരായണീയം എന്ന അമൃതഗംഗയെ അറിയാൻ ഒരു ചെറിയ ശ്രമം നടത്തുകയാണ്. എത്രയോ തവണ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. സത്സംഗങ്ങളും പ്രഭാഷണങ്ങളും സപ്താഹങ്ങളും ഒക്കെയായിട്ട് പങ്കെടുത്തിട്ടുണ്ടാവും. എന്നാലും ഒരിക്കലും അധികമാവില്ല. ഓരോ വരിയും അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോൾ അത് വലിയൊരു നിർവൃതി തന്നെ നമുക്ക് അതിലൂടെ അനുഭവിക്കാൻ സാധിക്കും. കൂടാതെ ഇതിൻ്റെ ഫലമായിട്ട് രോഗശാന്തി, ക്ലേശശാന്തി, മനഃശാന്തി അതിനൊക്കെ വലിയതായിട്ടുള്ള ഭഗവത് ഭക്തി, അങ്ങനെ ധാരാളം ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. അത്യന്തം പരിശുദ്ധിയോടെ സമർപ്പണഭാവത്തോടെ ശ്രീ ഗുരുവായൂരമ്പലത്തിനുള്ളിൽ തന്നെ ഇരുന്ന് ആർത്തനായി വേദനയോടെ ഭഗവാനെ പുറംകണ്ണുകൊണ്ട് കണ്ട് അകക്കണ്ണിൽ അവിടുത്തെ രൂപം ഉറപ്പിച്ച് തീവ്രമായ ഭക്തിയോടെ ഭഗവാനെ കണ്ട് സംസാരിക്കുന്നത് പോലെയാണ് പല ശ്ലോകങ്ങളും രചിച്ചിട്ടുള്ളത്. ഇതിലാകെ 100 ദശകമാണുള്ളത്. ഏകദേശം 10 ശ്ലോകങ്ങൾ വീതമാണ് ഓരോ ദശകത്തിലും ഉള്ളത്. ചില ദശകത്തിലൊക്കെ 10നേക്കാളും കൂടുതൽ 15 വരെയുണ്ട്. ഒരു ദശകത്തിൽ മാത്രം 9 ശ്ലോകമാണ് കാണുന്നത്. ആദ്യത്തെ 10 ദശകങ്ങൾ വളരെ ഭക്തിയോടുകൂടി ഭാഗവത സംഗ്രഹമായിട്ടുള്ള നാരായണീയത്തിലേക്ക് ഭഗവാന്റെ ആ ഭക്തി മാഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. പിന്നത്തെ 36 ശ്ലോകം വരെ ഭാഗവതത്തിലെ ക്രമം പോലെ തന്നെ കഥാഭാഗങ്ങളാണ്. അതിനുശേഷം 37 മുതൽ 89 വരെയുള്ള ദശകങ്ങളിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മനം മയക്കുന്ന കഥകളാണുള്ളത്. പിന്നീടുള്ള 10 ദശകം ഏകാദശ സ്കന്ധത്തിൻ്റെ മുക്തി മാഹാത്മ്യം പറയാണ്. അതും കൂടി കഴിയുമ്പോൾ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വേണുഗോപാല രൂപനായിട്ട് ഭട്ടതിരിപ്പാടിനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ഭട്ടതിരിപ്പാട് ആ മതിമോഹനമായിട്ടുള്ള രൂപത്തെ വർണ്ണിക്കുന്നു. ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ. പേര് പോലെ തന്നെ ഓരോ ദശകത്തിലും 10 ശ്ലോകങ്ങൾ ആണ് ഏകദേശം. ഭട്ടതിരിപ്പാട് ഭഗവാനെ വർണ്ണിക്കുന്നു, സ്തുതിക്കുന്നു, പ്രശംസിക്കുന്നു, ഭഗവാനോട് അപേക്ഷിക്കുന്നു, ഒരു സുഹൃത്തിനോടെന്നതുപോലെ പിണങ്ങുന്നു, പരിഭവിക്കുന്നു, വീണ്ടും ഭക്തിയോടെ നമസ്കരിക്കുന്നു. അങ്ങനെ പല പ്രത്യേക തരത്തിലുള്ള രചനകളാണ് ഓരോ ദശകത്തിലും കാണുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ച് ചെറുതായി ഒന്ന് പറയണമല്ലോ. ഗ്രന്ഥകർത്താവായിട്ടുള്ള അദ്ദേഹത്തിന് ശ്രീ ഗുരുവായൂരപ്പനോടുള്ള ആഴമേറിയ പ്രേമം, ഭക്തി നമ്മളുടെ മനസ്സിലേക്കും അപ്പോഴാണ് കൂടുതൽ പ്രവേശിക്കുക. നമ്മളുടെ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലാണ് ഭട്ടതിരിപ്പാട് ജനിച്ചിട്ടുള്ളത്. മേൽപ്പത്തൂർ എന്നല്ല, മേൽപ്പുത്തൂർ എന്നാണ് ആ ഇല്ലത്തിൻ്റെ പേര്. 465 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. വലിയ വേദങ്ങളും വ്യാകരണവും തർക്കശാസ്ത്രവും മീമാംസയും എല്ലാം പഠിച്ച് ജ്ഞാനം നേടിയിട്ടുള്ള ആളായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. പിന്നെ എല്ലാവർക്കും അറിയണം പോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അച്യുത പിഷാരടി വാതരോഗത്താൽ വല്ലാതെ ബുദ്ധിമുട്ടുകയും എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടും ഫലിക്കാതെ വരികയും ചെയ്തപ്പോൾ കർമ്മവിപാകദാനം എന്ന ഒരു പ്രായശ്ചിത്ത കർമ്മത്തിലൂടെ ഈ ശിഷ്യനായിട്ടുള്ള മേൽപ്പത്തൂർ സന്തോഷപൂർവം
ഗുരുവിൻ്റെ രോഗവും പാപവും ഒക്കെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഗുരുവായൂരപ്പനെ ഭജിച്ചോളൂ, വാതരോഗം മാറും എന്ന് പലരും പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തോടെ അതിനൊരുങ്ങി. അപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞു, ഭട്ടതിരിപ്പാട് മീൻ തൊട്ട് കൂട്ടിക്കോളൂ എന്ന്. അങ്ങനെ ആ നിർദ്ദേശത്തോടു കൂടി കൊല്ലവർഷം 761 ചിങ്ങമാസത്തിലാണ് ഈ ഭജനം തുടങ്ങിയത്. ഗുരുവായൂരമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇടത്ത് വശത്ത് തെക്കേ വാതിൽ മാടത്തിലിരുന്ന് ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെയാണ് സ്തോത്രരചന നടത്തിയത്. 3-ാമത്തെ ദശകം മുതൽ ഏതാണ്ട് എല്ലാ ദശകത്തിൻ്റെയും അവസാനം ഭഗവാനെ എൻ്റെ രോഗം മാറ്റിത്തരണേ, എൻ്റെ സകല വിഷമവും ഇല്ലാതാക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്കും മനസ്സിലുണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. നമുക്കും ഗുരുവായൂരപ്പൻ സകല വ്യാധികളും ആധികളും തീർത്ത് തരും എന്ന് തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കാം. അങ്ങനെ 100-ാമത്തെ ദിവസം ഭഗവാൻ ഭക്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു. അന്ന് അദ്ദേഹത്തിന് 27 വയസ്സാണ്. അങ്ങനെയുള്ള ആ നാരായണീയം എന്ന മഹാകാവ്യം ഏറെ ജനപ്രിയമായത് ഈ രോഗമുക്തി എന്നുള്ള ആകർഷണം കൊണ്ട് തന്നെ ആവണം. മഹാഭാഗവതത്തിലെ സംഗ്രഹമാണല്ലോ, മഹാഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ് ഈ നാരായണീയം. മുഴുവൻ കഥകളും സ്തുതികളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ലെങ്കിലും മിക്കവാറും എല്ലാ ഭാഗങ്ങളും അത്ഭുതകരമായിട്ട്, വളരെ അത്ഭുതകരമായിട്ട് ഭട്ടതിരിപ്പാട് സംഗ്രഹിച്ചിട്ടുണ്ട്. നാരായണീയം ഭക്തിയോടെ ചൊല്ലുന്നവർക്കും ശ്രദ്ധയോടെ കേൾക്കുന്നവർക്കും ഭഗവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകട്ടെ എന്ന് ഭട്ടതിരി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഭഗവാൻ ആ പ്രാർത്ഥന സ്വീകരിച്ച് കഠിനമായ രോഗപീഠകളൊക്കെ നിശ്ശേഷം മാറ്റിക്കൊടുത്തു. അതുപോലെ നമ്മെയും ആ കരുണാമൂർത്തി ആധികളും വ്യാധികളുമൊക്കെ തീർത്ത് അനുഗ്രഹിക്കും. അതിഗംഭീരങ്ങളായിട്ടുള്ള നാരായണീയ പഠനങ്ങൾ ധാരാളമായിട്ട് ലഭ്യമാണ്. എങ്കിലും അതിനിടയിൽ കൂടി ഒരു ഇളം കാറ്റായിട്ട് നമ്മളുടെ ഈ സംരംഭവും മുന്നോട്ട് പോകാൻ ഭഗവാൻ തന്നെ നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് കൃഷ്ണഭക്തിയുണ്ട്, അല്ലാതെ വലിയ പാണ്ഡിത്യമോ ജ്ഞാനമോ ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ല. എന്തായാലും ഇത് കേൾക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം നമസ്കരിക്കുന്നു. നമുക്ക് നാരായണീയം ദശകം 1 ആദ്യത്തെ ശ്ലോകം. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും ആണ് ഈ ദശകത്തിൻ്റെ ഉള്ളടക്കം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഈ ശ്ലോകത്തിൻ്റെ വേർഡ് മീനിങ് നമുക്ക് നാളെ പറയാം. ഇന്നെന്തായാലും 10 മിനിറ്റ് കൊണ്ട് അത് നിർത്താൻ പറ്റില്ല. ഭട്ടതിരിപ്പാട് മറ്റൊരു ദിക്കിൽ പറയുന്നുണ്ട്, വിഷമങ്ങളാണ്, ആപത്തുകളാണ്, അസുഖങ്ങളാണ് എനിക്ക് ഭക്തി ഇത്ര ശക്തമാവാൻ കാരണമായത്. അതുകൊണ്ട് രോഗങ്ങളെ നിങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്ന്. അതുപോലെ നമ്മൾക്കും ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും തീർച്ചയായിട്ടും ഈ നാരായണീയ പഠനം കഴിയുമ്പോഴേക്കും മാറുന്നത് തന്നെയാണ്. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.